BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് വിലയിരുത്തിക്കൊണ്ട് പാർട്ടി കേന്ദ്ര കമ്മിറ്റി പറഞ്ഞതുപോലെ BJPയുടെ നയങ്ങളിലും നിലപാടുകളിലും മാറ്റമുണ്ടാകുമെന്ന് കരുതാനേ പാടില്ല. BJP മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഇപ്പൊ കർണാടകയിൽ BJP പരാജയപ്പെട്ടു, കോൺഗ്രസ് അവിടെ വിജയിച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ അവിടെ പോയ മാധ്യമ പ്രവർത്തകർ പറഞ്ഞു BJP തോറ്റിട്ടുണ്ടാവും രാഷ്ട്രീയമായി. നേരത്തെ ഒരു 5 കൊല്ലം മുമ്പ് വരെ കർണാടകയിലെ ഓരോ വീട്ടിലും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വ്യത്യാസമൊന്നുമില്ലാതെ മിക്കവാറും എല്ലാ വീടുകളിലും ഒരു ചിത്രമുണ്ടായിരുന്നു. ടിപ്പു സുൽത്താന്റെ ചിത്രമായിരുന്നു. അവർ മതവ്യത്യാസം ഉണ്ടായിരുന്നില്ല. എന്നാൽ BJPയുടെ ഈ പ്രവർത്തനങ്ങളുടെ ഫലമായി ടിപ്പു സുൽത്താൻ മുസ്ലിം എന്ന സ്വത്വത്തിലേക്ക് ചുരുക്കപ്പെട്ടു. ഹിന്ദു ക്രിസ്ത്യൻ വീടുകളിൽ നിന്ന് ടിപ്പു സുൽത്താന്റെ ചിത്രം അപ്രത്യക്ഷമായി. ടിപ്പു സുൽത്താനെ ഒരു ചരിത്ര പുരുഷനെ ചുരുക്കി കളഞ്ഞു. BJP അധികാരത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് പോയെങ്കിലും വീടുകളിൽ തിരിച്ച് ചുവരുകളിലേക്ക് ആ ചിത്രം വരില്ല. അതാണ് BJPയുടെ പ്രത്യയശാസ്ത്ര രാഷ്ട്രീയ സാംസ്കാരിക ഇടപെടലിന്റെ സവിശേഷത. അതാണ് അത്രമാത്രം അപകടകരമാണ്. കേനാരോട് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചില്ല, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ചേർത്ത് എല്ലാവരും ചേരുന്ന പ്രതിരോധം ആവശ്യമാണെന്ന് പറയുന്നത് ഈ പ്രത്യേകത കൂടി BJPക്ക് ഉള്ളത് കൊണ്ടാണ്. നമ്മ കോൺഗ്രസിന് അത് എത്ര മനസ്സിലാകുന്നുണ്ട്? ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ഹരിയാനയിൽ വന്നു. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെടും എന്നതായിരുന്നു പൊതുവികാരം. അവിടെ ജനങ്ങൾ BJP സർക്കാരിന് ശക്തമായി എതിരായിരുന്നു. എന്നാൽ BJP വിരുദ്ധ വോട്ടുകൾ ആകെ ഏകോപിപ്പിക്കുക എന്ന രാഷ്ട്രീയ ഉത്തരവാദിത്വത്തിനനുസരിച്ച നിലപാടല്ല കോൺഗ്രസ് ആ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചത്. ഇപ്പൊ ഡൽഹിയോട് ചേർന്നാണ് ഹരിയാന. ആം ആദ്മി പാർട്ടി ഉണ്ട്, ആം ആദ്മി പാർട്ടി കൂട്ടിയില്ല. UPയോട് ചേർന്ന് വരുന്ന സമാജ്വാദി പാർട്ടി സ്വാധീനമുള്ള പ്രദേശമുണ്ട്, അവരെ കൂട്ടിയില്ല. നമുക്ക് അത്ര വലിയ കരുത്തില്ലെങ്കിൽ പോലും ചിലയിടങ്ങളിൽ നമുക്ക് സ്വാധീനമുണ്ട്. ഹരിയാനയുടെ പ്രത്യേകത ഇളകി വന്ന ഇരമ്പിയാർത്ത് വന്ന ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ഡലത്തെ ഇളക്കി മറിച്ച കർഷക പോരാട്ടങ്ങളുടെ ഹൃദയഭൂമി പഞ്ചാബിനെ പോലെ തന്നെ ഹരിയാന. അതിന്റെ ഭാഗമായി വന്ന വിവിധ സംഘടനകൾ ഇവരെ ആകെ ഏകോപിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറായേയില്ല. കോൺഗ്രസിനകത്ത് തന്നെ 2 വിഭാഗം. അതിൽ ഒരു വിഭാഗം പൂർണ്ണമായും കൈയടക്കിയ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോ BJP ഉറപ്പായും തോക്കുമെന്ന് കരുതിയെടുത്ത് അവര് വിജയിച്ചു. ഒപ്പം നടന്ന തെരഞ്ഞെടുപ്പാണ് ജമ്മു കാശ്മീർ, ഹരിയാനയ്ക്കൊപ്പം. ജമ്മു കാശ്മീരില് നാഷണൽ കോൺഫറൻസ്, കോൺഗ്രസ് നമ്മളെല്ലാം ചേരുന്ന സംവിധാനം വിജയിച്ചു. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഒമർ അബ്ദുള്ള ഒരു പ്രസ്താവന നടത്തി. കോൺഗ്രസിന്റെ ഈ ദുർബലാവസ്ഥ ഇല്ലായിരുന്നുവെങ്കിൽ 3/2 ഭൂരിപക്ഷം കിട്ടുമായിരുന്നു. ഇപ്പോ ജമ്മു കാശ്മീർ ഇതാണ് ഇപ്പോഴത്തെ ലഡാക്ക്, പിന്നെ ഇപ്പൊ കേന്ദ്രഭരണ പ്രദേശമായി. കോൺഗ്രസ് പറഞ്ഞു ജമ്മു ഞങ്ങൾക്ക് ഏറ്റവും സ്വാധീനം. 29 സീറ്റ് നിർബന്ധിച്ച് വാങ്ങി മത്സരിച്ചു. അവിടെ ജമ്മുവിൽ ഒരേ ഒരു സീറ്റിലാണ് ജയിച്ചത് കോൺഗ്രസ്. 29 സീറ്റ് ജമ്മുവിൽ മത്സരിച്ച കോൺഗ്രസിന് ഒരു സീറ്റിൽ മാത്രമേ ജയിക്കാൻ കഴിഞ്ഞത്. ഇതാണ് ജമ്മു കാശ്മീരിനകത്ത് ആ മുന്നണിക്ക് 3/2 സീറ്റ് ലഭിക്കാൻ ഇരുന്നതിന്റെ ഒരു കാരണം. ഒമർ അബ്ദുള്ള പരസ്യമായി പറഞ്ഞു കോൺഗ്രസ് ഞങ്ങൾക്ക് ഈ രൂപത്തിലുള്ള ദുർബലാവസ്ഥ നൽകി. നമ്മളുടെ സീറ്റിലെ മത്സരിച്ചുള്ളൂ. തരിഗാമി മുഹമ്മദ് യൂസഫ് തരിഗാമി. അവിടെ ആരാ തരിഗാമിക്ക് എതിരുമെന്ന് കൂട്ടത്തിൽ അതുകൂടി പരാമർശിക്കാം. തരിഗാമി വിഘടനവാദത്തിനെതിരെ, ഭീകരവാദത്തിനെതിരെ എക്കാലത്തും ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റാണ്. 370 റദ്ദാക്കിയ ഘട്ടത്തിൽ ആദ്യം വീട്ടുതടങ്കലാക്കിയ നേതാക്കൾ ഒരാൾ തരിഗാമിയ. തരിഗാമിയെ കാണാൻ ആദ്യം അങ്ങോട്ട് യാത്ര തിരിച്ചത് കോൺഗ്രസിന്റെ, അല്ലെങ്കിൽ ജമ്മുവിൽ പ്രശ്നം വന്നപ്പോ അങ്ങോട്ട് ആദ്യം യാത്ര തിരിച്ചത് കോൺഗ്രസിന്റെ നേതാക്കന്മാരല്ല. രാജ്യസഭയിൽ കോൺഗ്രസിന്റെ അന്നത്തെ MP ഗുലാം നബി ആസാദ് അവിടെ ഉണ്ടായി, ആ വഴിക്ക് പോയില്ല. സഖാവ് സീതാറാം, ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാത്ത സഖാവ് സീതാറാം ആദ്യത്തെ വിമാനം പിടിച്ചു കാശ്മീരിലേക്ക്, ശ്രീനഗറിലേക്ക്. അവിടെ ഇറങ്ങി, പുറത്തേക്ക് ഇറങ്ങാൻ അനുവദിച്ചില്ല. മണിക്കൂറോളം കാത്തുനിന്നു. അതേ വിമാനത്തിൽ തിരിച്ചുവിട്ടു ഡൽഹിയിലേക്ക്. ഡൽഹിയിൽ ഇറങ്ങിയ സഖാവ് സീതാറാം നേരെ സുപ്രീം കോടതിയിൽ പോയി. തന്റെ പ്രിയ സഖാവ് സംസ്ഥാന സെക്രട്ടറി സഖാവ് തരിഗാമിയെ വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആദ്യത്തെ ഹർജി സുപ്രീം കോടതിയിൽ സഖാവ് സീതാറാം CPM വേണ്ടി.
തരിഗാമി ഇതിലൊന്നും പതറുന്ന ആളല്ല. തന്റെ കുടുംബത്തിൽപ്പെട്ടവര് ഭീകരവാദികളുടെ വെടിയുണ്ടക്കിരയായി കൊല്ലപ്പെട്ടതറിഞ്ഞിട്ടും നിലപാടിൽ അണുകിട മാറാതെ ഉറച്ചു നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റാണ് സഖാവ് തരിഗാമി. ആ തരിഗാമിയെ തോപ്പിക്കാൻ ലക്ഷ്യം വെച്ച് അവിടെ മത്സരിച്ചത് ജമാഅത്ത് ഇസ്ലാമി. ജമാഅത്ത് ഇസ്ലാമി അവിടെ നിരോധിക്കപ്പെട്ട സംഘടനയാണ്. എഞ്ചിനീയർ അവന്റെ മേധാവ് നിരോധിക്കപ്പെട്ട ജമാഅത്ത് ഇസ്ലാമിയുടെ മേധാവ് എഞ്ചിനീയർ അവിടെ തരിഗാമിക്കെതിരെ സ്ഥാനാർത്ഥിയായി. ജമാഅത്ത് ഇസ്ലാമി വിരോധിച്ച കാശ്മീരിനകത്ത് ഭീകരവാദ പ്രവർത്തകർ സഹായിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ വിരോധിക്കുന്നതിനോടൊപ്പം നിൽക്കുന്ന BJP നയിക്കുന്ന സർക്കാർ എഞ്ചിനീയർക്ക് മത്സരിക്കാൻ ആവശ്യമായ എല്ലാ പിന്തുണയും നൽകി തരിഗാമിയെ പരാജയപ്പെടുത്താൻ. BJPയുടെ പരോക്ഷ പിന്തുണ ജമാഅത്ത് ഇസ്ലാമിക്ക്. പക്ഷെ ജനങ്ങൾ വസ്തുതകൾ തിരിച്ചറിഞ്ഞ് തങ്ങൾക്ക് വേണ്ടി എക്കാലത്തും നിലപാട് സ്വീകരിക്കുന്ന യൂസഫ് തരിഗാമിയെ വീണ്ടും വലിയ വിജയം നൽകി നിയമസഭയിലേക്ക് അയച്ചു. നമ്മൾ ഒന്നിൽ മത്സരിച്ചു, ഒന്നിൽ ജയിച്ചു. വലിയ കരുത്തുണ്ടെന്നല്ല, നമുക്കുള്ള കരുത്തിൽ നമ്മൾ മത്സരിച്ചു, അതിൽ ജയിച്ചു. കോൺഗ്രസിന്റെ ദുർബലാവസ്ഥ അവിടെയും കണ്ടു. മഹാരാഷ്ട്ര അവിടെ പിന്നെ NCP ഒക്കെയാണ് നയിച്ചത്. പല ഘടകങ്ങളുണ്ടാകും. പക്ഷെ കോൺഗ്രസിന്റെ അവസ്ഥ ഇന്ന് പല പാർട്ടി പറയുന്നില്ലേ, കോൺഗ്രസ് പറ്റില്ല നയിക്കാൻ. എല്ലാവരും യോജിപ്പിച്ച് കൊണ്ടുപോകാൻ BJPക്കെതിരെയുള്ള നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന പാർട്ടി അല്ലാതെ കോൺഗ്രസ് മാറി. ഇവിടെ നോക്കിയേ, ഇവിടെ BJPയോടൊപ്പം നിൽക്കുകയല്ലേ കോൺഗ്രസ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ. കേരളത്തിൽ കഴിഞ്ഞ നിയമസഭയിൽ BJPക്ക് ഒരു MLA ഉണ്ടായി, രാജഗോപാൽ, നേമത്തും നിന്ന് 2016. എങ്ങനെ BJP നിയമസഭയിൽ അക്കൗണ്ട് തുറന്നു? കോൺഗ്രസിന്റെ വോട്ട് കുത്തനെ ഇടിഞ്ഞു. ആ വോട്ടിൽ നല്ല പങ്ക് BJPയിലേക്ക് പോയി. BJP വിജയിച്ചു. നേരത്തെ അവിടെ വിജയിച്ചിരുന്ന കോൺഗ്രസ് നേരെ താഴോട്ട് പോയി, 3ാം സ്ഥാനത്തേക്ക് പോയി. അങ്ങനെ BJP ആ വോട്ടുകളിൽ നല്ലൊരു വിഭാഗം നേടി അവിടെ വിജയിച്ചു. ആദ്യമായി കേരള നിയമസഭയിൽ BJP അക്കൗണ്ട് തുറന്നു കോൺഗ്രസിന്റെ പിൻബലത്തോടെ. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു കാര്യം പ്രഖ്യാപിച്ചു: ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും. ആ നടത്തിയ പ്രഖ്യാപനം 2021 തെരഞ്ഞെടുപ്പിൽ പ്രായോഗികമായി BJPക്ക് കേരള നിയമസഭയിൽ ഉണ്ടായ ഏക അക്കൗണ്ട് പൂട്ടിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ശിവൻകുട്ടി നേമത്തും ഇന്ന് നിയമസഭയിലേക്ക് വന്നു. ഇപ്പൊ തൃശൂർ BJP ലോകസഭയിൽ കേരളത്തിൽ നിന്ന് ആദ്യമായി വിജയിച്ചു. സിനിമ നടന്നാണ്, ഒക്കെ നിൽക്കട്ടെ. ആരുടെ വോട്ട കുറഞ്ഞേ? പിന്നെ നരേറ്റീവ് വന്നില്ലേ, ഇടതുപക്ഷം സഹായിച്ചിട്ടാണ്, പൂരം പ്രശ്നമാക്കി, അതുകൊണ്ട് BJP ജയിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് നല്ല തിരിച്ചടി കിട്ടിയതാണ് 2019. അതിനേക്കാളും തിരിച്ചടി 2021 കിട്ടിയോന്ന് ചോദിച്ചാൽ 2014 നിന്ന് 19 എത്തിയപ്പോൾ 5.5% വോട്ട് കുറഞ്ഞു. നമ്മുടെ നല്ല തിരിച്ചടിയായിരുന്നു. പക്ഷെ 19 നിന്ന് 21 എത്തിയപ്പോൾ 1.7% കുറഞ്ഞുള്ളൂ. അതിനേക്കാളും അത്രയല്ല, വളരെ ചെറിയ ശതമാനം, എന്നാൽ കുറവ് തന്നെ. പക്ഷെ അപകടം BJP ജയിച്ചുമുള്ളതാണ്. 2024 മിക്കവാറും ലോക്സഭാ സീറ്റുകളിൽ നമ്മുടെ വോട്ട് കുറഞ്ഞു അതിന് മുൻപുള്ളതിനേക്കാളും. ഇവിടെ കുറഞ്ഞില്ലേ, അപ്പുറത്ത് കുറഞ്ഞില്ലേ, പലയിടത്തും കുറഞ്ഞു. ആ കുറഞ്ഞ കൂട്ടത്തിൽ കൂടിയ അപൂർവ മണ്ഡലങ്ങളിൽ ഒന്ന തൃശ്ശൂർ. ഈ ചാനൽ ഇങ്ങനെ കണ്ട് പത്രം വായിക്കുമ്പോൾ ഈ കണക്ക് വരില്ല. പല മണ്ഡലങ്ങളിലും നമ്മുടെ വോട്ട് കുറഞ്ഞപ്പോ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായ ഘട്ടത്തിലും വോട്ട് കൂടിയ മണ്ഡലം 19,000-ഓളം വോട്ട് തൃശ്ശൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൂടി. 82,000-ഓളം വോട്ട് UDFിൽ കുറഞ്ഞു. UDFിലെ കുറഞ്ഞ വോട്ട് BJPക്ക് പോയി. BJP പാർലമെന്റിലേക്ക് എത്തി. BJP പാർലമെന്റിൽ കൊണ്ടുപോയത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്തും ഇന്ന് എങ്ങനെയാണോ BJP പ്രതിനിധി നിയമസഭയിലേക്ക് വന്നത്, അതേ പാറ്റേണിലാണ് തൃശ്ശൂരിൽ നിന്ന് BJP പ്രതിനിധി ലോകസഭയിലേക്ക് എത്തിയത്. കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞു, BJPയുടെ വോട്ട് കൂടി. ഇപ്പൊ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിടുന്നില്ലേ, അവിടെ BJPയുടെ വോട്ട് കുറഞ്ഞു, നമ്മുടെ വോട്ട് കുറച്ചുകൂടി, BJPയുടെ വോട്ട് കുറഞ്ഞു. BJP മോഡി ഒന്നുമില്ലാതിരുന്ന, അല്ലെങ്കിൽ മോഡി പ്രഭാവം ഒന്നുമില്ലാതിരുന്ന കാലത്തും സ്വാധീനമുള്ള പാലക്കാട് നഗരസഭയിൽ BJPയുടെ വോട്ട് കുറഞ്ഞു. ആ വോട്ട് എവിടേക്ക് പോയി? കോൺഗ്രസിലേക്ക് പോയി. തൃശ്ശൂര് കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞു, BJPക്ക് പോയി. പാലക്കാട് BJPയുടെ വോട്ട് കുറഞ്ഞു, കോൺഗ്രസിന് പോയി.
പിന്നെ അവിടെ അവസാനം BJP ഒരാൾ കോൺഗ്രസിലേക്ക് എത്തി. പക്ഷെ RSS തുടരുകയാണ്. RSS തുടർന്നുകൊണ്ട് കോൺഗ്രസിൽ നിൽക്കുന്നു. BJP പോയി, പക്ഷെ RSSന് ഇപ്പോ പറഞ്ഞില്ലേ ടീച്ചറുടെ അവസാനത്തെ ആഗ്രഹം സ്ഥലം RSSന്റെ കാര്യാലയം പണിയണം. ഞാൻ മാറിയെങ്കിലും കാര്യാലയം അവിടെ തന്നെ ഉണ്ടാവും. RSS തുടരുക, കോൺഗ്രസിലും തുടരുക. നേരത്തെ ജനതാ പാർട്ടി ജനസംഘക്ക് ലയിച്ച് ജനതാ പാർട്ടി വന്ന ഘട്ടത്തിൽ ഒരു ദ്വയാംഗ പ്രശ്നം ഉണ്ടായിരുന്നു, ദ്വയാംഗത്വം. RSSലും BJP ജനതാ പാർട്ടിയിലും ഒരേ സമയം തുടരാമോ? ജനസംഘം ജനതാ പാർട്ടി ജയിച്ചു, RSSന്റെ ആളുകളെ വെക്കുന്നു. ഈ തർക്കത്തിനൊടുവിലാണ് BJP ആയിട്ട് വരുന്നത്. ഇപ്പൊ RSS കോൺഗ്രസിനകത്ത് RSSകാരനായി തന്നെ തുടരാം, ഒരു തർക്കമില്ല. ശാഖയ്ക്ക് കാവൽ നിന്നയാൾ KPCC പ്രസിഡന്റ്. എങ്ങാനും മാറേണ്ടി വന്നാൽ ശാഖ നടത്തിയയാൾ റെഡിയായിട്ട് വന്നിരിക്കുകയാണ്. അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ കുഴപ്പമില്ല. സുധാകരൻ നയിക്കുന്നതും സുരേന്ദ്രൻ നയിക്കുന്നതും അവരെ സംബന്ധിച്ച് BJPക്ക് ഒരേ താല്പര്യമുള്ള രണ്ട് സംവിധാനങ്ങളാണ് കേരളത്തിൽ. ഇടതുപക്ഷത്തിനെതിരെ ഇനിപ്പുറത്ത് ജമാഅത്ത് ഇസ്ലാമി, ഇവരും ഇടതുപക്ഷത്തിനെതിരെ. അവിടെ BJP എങ്ങനെ ജയിച്ചു വരും, അതുകൊണ്ട് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്താൽ ഭിന്നിപ്പുണ്ടാക്കും എന്ന പ്രചാരവേല ജമാഅത്ത് ഇസ്ലാമി, SDPI എല്ലാ ദിവസവും നിങ്ങൾ നോക്കിക്കൊടുപ്പോഴും പറഞ്ഞില്ലേ, മീഡിയ വൺ ചാനൽ, മാധ്യമം, പത്രം, എല്ലാ ദിവസവും അതിന്റെ എഡിറ്റോറിയൽ ഒരു ലേഖനമെങ്കിലും ഇടതുപക്ഷത്തിനെതിരെയുള്ള ഒന്നെങ്കിലും ഉണ്ടാവും. ഒന്നെങ്കിലും ബോധപൂർവമാണ്. ഇപ്പൊ കണ്ടല്ലോ, കഴിഞ്ഞ ദിവസം പറയാണ്, ഭഗത് സിംഗ് ഉണ്ടല്ലോ, അന്ന് അയാൾ ഭീകരവാദിയായിരുന്നു, ജയിലിലേക്ക് ബോംബെറിഞ്ഞയാൾ. ഇപ്പോ അയാൾ ഷഹീദ്, രക്തസാക്ഷി. സിസ്റ്റം മാറുമ്പോ ഇപ്പൊ ഭീകരവാദികൾ നിങ്ങൾ വിളിക്കുന്നവരും മഹാന്മാരായി മാറും. വിസ്തീർണമാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ എന്ന് വെച്ചാൽ, മതരാഷ്ട്രം വരുമ്പോ ഇന്ന് നിങ്ങൾ ഞങ്ങൾ വർഗീയവാദി, മതരാഷ്ട്രവാദി എന്നൊക്കെ വിളിക്കുന്ന ഞങ്ങൾ അന്ന് മഹാന്മാരാകും. ഇതാണ് പറയുന്നത്.